ഏറെ ആരാധകരുള്ള കൃഷ്ണകുമാർ കുടുംബത്തിൽ നിന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി സിന്ധു കൃഷ്ണയുടെ അമ്മ വസന്ത രംഗത്ത് വന്നിരിക്കുകയാണ്. പേരക്കുട്ടി അഹാന കൃഷ്ണയ്ക്കും മകൾ സിന്ധു കൃഷ്ണയ്ക്കുമെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് വസന്ത ഉന്നയിക്കുന്നത്. തന്നെ അഹാന അടിക്കാൻ വരെ മുതിർന്നതായും വസന്ത പറയുന്നു. തൻവിയുടെ വീഡിയോയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തുകയായിരുന്നു. തൻ്റെ വിവാഹത്തിന് വരണമെങ്കിൽ കാലിൽ വീണ് മാപ്പ് പറയണമെന്ന് അഹാന തന്നോട് ആവശ്യപ്പെട്ടതായി വസന്ത പറയുന്നുണ്ട്. നീ എൻ്റെ കാലിൽ വീണ് മാപ്പ് പറയണം, അല്ലാതെ കല്യാണത്തിന് വിളിക്കില്ല എന്ന് അഹാന മുഖത്ത് നോക്കി പറഞ്ഞു. കല്യാണത്തിന് വരരുത് എന്ന് പറയാൻ കൂടിയാണ് അന്നവൾ വീട്ടിൽ വന്നത്. തനിക്ക് 75 വയസ്സായെന്നും ഇനി മക്കൾ വിളിച്ചാലും ഇല്ലെങ്കിലും കല്യാണം കൂടാൻ വരുന്നില്ല എന്നും വസന്ത വികാരഭരിതയായി വ്യക്തമാക്കുന്നു. വെറുതെയായിരിക്കുന്ന തന്നെ അഹാന തെറിവിളിച്ചപ്പോഴാണ് താൻ തിരിച്ചു പറഞ്ഞതെന്നും വസന്ത കൂട്ടിച്ചേർത്തു. അപ്പൂപ്പന് സുഖമില്ലാതിരുന്ന സമയത്ത് വീട്ടിൽ വാങ്ങിക്കൊടുത്തുവിടുന്ന പഴങ്ങൾ പോലും അമ്മൂമ്മയ്ക്ക് കൊടുക്കരുത് എന്ന് ഹോം നേഴ്സിനോട് അഹാന പ്രത്യേകം പറഞ്ഞു. ഈ ഫ്രൂട്ട്സ് അപ്പൂപ്പന് മാത്രം കഴിക്കാനുള്ളതാണ്, ഒന്നും പോലും അമ്മൂമ്മയ്ക്ക് കൊടുക്കരുത് അഹാന ഹോം നേഴ്സിനോട് പറഞ്ഞു വിടുമായിരുന്നു. കൂടാതെ വീട്ടിൽ വരുന്ന ഹോം നേഴ്സുമാരുടെ ഏജൻസിയിൽ വിളിച്ച് അവിടെ മാനസിക പ്രശ്നമുള്ള ഒരു സ്ത്രീ ഉണ്ടെന്നും അവർ പറയുന്നതൊന്നും കേൾക്കരുതെന്നും മക്കൾ നിർദ്ദേശിച്ചതായും വസന്ത വെളിപ്പെടുത്തി. താൻ ചെയ്യുന്ന ഫോൺ കോളുകൾ പോലും റെക്കോർഡ് ചെയ്ത് അവർക്ക് നൽകാൻ ആളുകളെ ചുമതലപ്പെടുത്തിയതായും അവർ വെളിപ്പെടുത്തി. തൻ്റെ മകൾ സിന്ധു കൃഷ്ണയിൽ നിന്നും ക്രൂരമായ പെരുമാറ്റമാണ് നേരിടേണ്ടി വന്നത് എന്നും വസന്ത ആരോപിക്കുന്നുണ്ട്. ആ വൃത്തികെട്ട സ്ത്രീ ചത്തുവെങ്കിൽ ഡാഡിയെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്താമായിരുന്നു എന്ന് സിന്ധു സ്വന്തം പിതാവിനോട് പറയുമായിരുന്നു. ഭർത്താവ് മരിച്ചതിൻ്റെ 4-ാം ദിവസം തനിക്ക് തന്ന പെട്ടി തുറന്ന് സിന്ധു നിർബന്ധപൂർവ്വം തിരികെ എടുത്തു കൊണ്ടുപോയി. ഒരു മകൾ അമ്മയോട് ചെയ്യേണ്ട കാര്യങ്ങളാണോ ഇതൊക്കെയെന്ന് വസന്ത ചോദിക്കുന്നു. വഞ്ചകിയായ ഒരു സ്ത്രീ എന്നാണ് തൻ്റെ ഭർത്താവ് പോലും സിന്ധുവിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നും വസന്ത വ്യക്തമാക്കുന്നു. നിലവിൽ അതീവ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നും മക്കൾ ആരും തനിക്ക് ചെലവിന് പൈസ നൽകുന്നില്ല എന്നും വസന്ത പറയുന്നു. ബാങ്കിൽ നിന്നുള്ള പലിശയായി ലഭിക്കുന്നത് 18,000 രൂപ മാത്രമാണ് കൈവശമുള്ളത്. എന്നാൽ വീട്ടുജോലിക്കാർക്ക് മാത്രം 24,000 രൂപ മാസം ശമ്പളം നൽകണം. തന്നെ മരുന്നിനും മറ്റു കാര്യങ്ങൾക്കും പണമില്ലാത്ത അവസ്ഥയാണ്. സിന്ധുവും സിമിയും തന്നെ ഫോണിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും തനിക്ക് മാസം ഒരു ചെറിയ തുക നൽകുവാൻ അവർക്ക് സാധിക്കുമെങ്കിലും അത് തയ്യാറാകുന്നില്ല എന്നും വസന്ത കണ്ണീരോടെ തൻവിയുടെ വീഡിയോയിൽ വെളിപ്പെടുത്തുന്നു.